Okay. Task 1 question. You should spend 20 minutes on this task. The bar chart illustrates Asian export to United States in 1992 in percentage of total exports. Okay. നമ്മൾ ആ പയ്യൻ നോക്കി ഡിഗ് ചെയ്ത് നോക്കുക. ബാർ ചാർട്ട് വിവരിച്ചിരിക്കുകയാണ് ഏഷ്യൻ എക്സ്പോർട്ട് യുണൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള ഏഷ്യൻ കൺട്രീസിന്റെ എക്സ്പോർട്ട് അല്ലെ ഇൻ 1992 ഇൻ പെർസെന്റേജ് ഓഫ് ടോട്ടൽ എക്സ്പോർട്സ്. അപ്പൊ പെർസെന്റേജ് ഗെയിമാണ് ഇത് വന്നേക്കണേ ഓഫ് ടോട്ടൽ എക്സ്പോർട്സിന്റെ. സമ്മറൈസ് ദ ഇൻഫർമേഷൻ ഓക്കെ by reporting and selecting the main features of the graph. അപ്പൊ എന്റെ ആദ്യത്തെ ദൗത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിന്റെ അകത്ത് ഞാൻ ഈ ഗ്രാഫിന്റെ അകത്ത് ഞാൻ എന്താണ് കാണുന്നതെന്ന് സമ്മറൈസ് ചെയ്യണം. സമ്മറൈസ് ചെയ്യുമ്പോ ബൈ റിപ്പോർട്ടിങ്, അപ്പോ റിപ്പോർട്ട് റൈറ്റിംഗ് ലാംഗ്വേജ് എനിക്ക് വേണം അല്ലെ. യെസ്. പിന്നെ സെലക്ട് ചെയ്യാണ് എന്താണ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രാഫ്. അപ്പൊ ഗ്രാഫിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെങ്കിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ ഗ്രാഫിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തായിരിക്കും മിനിമം പറയുകയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയാണ് ജിയോ സെബാസ്റ്റ്യൻ UK-ല് വന്നു. വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആർന്നപ്പോ 3000 രൂപ സാലറി. UK-ല് 2000 സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒറ്റയടിക്ക് സാലറി 70,000 രൂപയായിട്ട് മാറി. അത് കഴിഞ്ഞ് ഫാമിലി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എക്സ്പെൻസ് എല്ലാം അപ്പൊ ആ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് പിന്നെ കൂടി കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് കൂടുതൽ ഒരു 1,00,000 രൂപ വരെ മാസം എത്തി. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോ ഒരു 1,10,000 അത് നിൽക്കുന്നു. ഇതാണ് എന്റെ സാലറിയുടെ മെയിൻ ഫീച്ചേഴ്സ്. ഇപ്പൊ ഈ സാലറിയുടെ മെയിൻ ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ നോക്കുകയാണ് എന്റെ സാലറി ഞാൻ തന്നെ തിരിഞ്ഞു നോക്കുക. ജസ്റ്റ് ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. 3000 എന്നുള്ളത് ഒറ്റ അടിക്ക് 70,000 രൂപയായിട്ട് കൂടി. അപ്പൊ നല്ലൊരു മാറ്റം സംഭവിച്ചങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 30 കൂടിയത്, പിന്നെ ഒരു 10 കൂടി. കൊള്ളാം. അപ്പൊ ഐ എം റിപ്പോർട്ടിങ് ദാറ്റ് ഇൻഫർമേഷൻ അല്ലെ. ആ ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുക. സെലക്ടിങ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാഫ്. അപ്പൊ ഞാൻ എഴുതിയ എന്റെ സാലറിയുടെ ഗ്രാഫിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3-4 സാലറി ഡിഫറൻസ് ഉള്ളൂ അല്ലെ. പിന്നെ ഇയർ 2000, 2010, 2014. അപ്പൊ ആ ഒരു ഡിഫറൻസ് അതാണ് എന്റെ സാലറി. സെയിം മോഡലിലേക്ക് നോക്കിയാൽ മതി. അത്ര സിംപിളൈസ് ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മേക്കിംഗ്. അപ്പൊ ആദ്യത്തെ പാർട്ട് എഴുതുക, രണ്ടാമത്തെ പറയും മേക്കിംഗ് അപ്രോപ്രിയേറ്റ് കമ്പാരിസൺസ് വേർ റിലവന്റ്. ഇപ്പൊ എന്റെ സാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് മെയിൻ ഫീച്ചർ ഞാൻ സമ്മറൈസ് ചെയ്യാൻ വന്നിട്ടാ. 1998 ജിയോക്ക് 3000 രൂപ സാലറി ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ വെച്ചായിരുന്നു. അവിടെ നിന്ന് UK-ല് വന്നു കഴിഞ്ഞപ്പോ 3000 എന്നുള്ള സാലറി ഒറ്റയടിക്ക് 70,000 രൂപയായിട്ട് കൂടി. അപ്പൊ അതിന് വേറൊരു കാര്യം എനിക്ക് പറയാവുന്ന കാര്യം ആലോചിക്കേ. 3000 രൂപയെന്ന് 70,000 രൂപയായിട്ട് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 67,000 രൂപ കൂടുതൽ. കണ്ടോ? ഐ എം മേക്കിംഗ് ഇറ്റ് എക്സാക്ട്ലി. അപ്പൊ 67,000 രൂപ 2000-ലായിരുന്നു കഴിഞ്ഞപ്പോ ഒരു മാസം സാലറി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 വർഷം കൊണ്ട് സാലറിയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. കണ്ടോ? ഐ ആം മേക്കിംഗ് ദ സെന്റൻസസ്. അപ്പൊ എന്റെ റിയൽ ലൈഫാണ്. 10 വർഷം കൊണ്ട് സാലറിയിൽ വ്യക്തമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. 2010 കഴിഞ്ഞപ്പോ 70,000 എന്നുള്ളത് 30,000 1,00,000 രൂപയായിട്ട് കൂടി. എന്ന് പറഞ്ഞാൽ സാലറിയിൽ ഒരു 30,000 രൂപ കൂടി. കണ്ടോ? ഞാൻ മലയാളത്തിൽ റിപ്പോർട്ട് എഴുതുക, ഉണ്ടാക്കുകയാണ്. ഐ ആം മേക്കിംഗ് ഇറ്റ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തേ? അത് കഴിഞ്ഞിട്ട് പിന്നെ 2015 കഴിഞ്ഞപ്പോ ചെറിയ ഒരു ഉയർച്ച സംഭവിച്ചു. എന്റെ സാലറിയിൽ ഒരു 10,000 രൂപ കൂടെ കൂടി. സി
ദിസ് ഇസ് വാട്ട് ഐ എം സമ്മറൈസ് ഇൻഫർമേഷൻ. പക്ഷെ അതിന്റെ അകത്ത് ഞാനൊരു 63,000 രൂപ കൊണ്ടുപോകുന്നു അല്ലെ. എന്തിനാ? അത് തമ്മിലുള്ള കമ്പാരിസൺ ഇടയ്ക്ക് കയറ്റി ഞാൻ. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഈ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. അപ്പോൾ ദാറ്റ്സ് എ മെയിൻ ഫീച്ചേഴ്സ്. ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് സെലക്ട് ചെയ്ത് അതാ വായിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു. മേക്കിംഗ് അപ്രോപ്രിയേറ്റ് കമ്പാരിസൺസ് വെറെവർ റിലവന്റ്. അപ്പൊ ഞാൻ ഈ അടുത്ത പാരാഗ്രാഫ് ഇപ്പൊ കമ്പയർ ചെയ്യാൻ പോവാണ്. 1998 ജിയോന്റെ സാലറി 2,000 ആയിരുന്നത് ഒറ്റ അടിക്ക് പൊങ്ങി 70,000 രൂപയായിട്ട് കൂടി. പിന്നെ അവിടെ ലൈറ്റ് ആയിട്ടൊന്ന് മുകളിലേക്ക് പൊങ്ങിയുള്ളൂ. അപ്പൊ 2070,000 രൂപ ആയിരുന്നത് 67,000 രൂപ സാലറി. 70,000 രൂപ 3,000 നിന്ന് 2000 വന്നു കഴിഞ്ഞാൽ ഇപ്പൊ UK വന്നപ്പോ സാലറി 70,000 രൂപയായിട്ട് കൂടി. അതാണ് മെയിൻ വ്യത്യാസം അതിനകത്ത് അല്ലേ. ബാക്കി ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റാ. ഞാൻ അതിലേക്ക് പോകണില്ല. എന്തുകൊണ്ട് ഞാൻ പോയില്ല? കാരണം അടുത്ത ശ്രദ്ധിക്കുക. യു ഷുഡ് റൈറ്റ് അറ്റ്ലീസ്റ്റ് 150 വേർഡ്സ്. കണ്ടോ? മനസ്സിലായില്ലേ? അതായത് എനിക്കിതെല്ലാം കൂടി എടുത്ത് വരേണ്ട കാര്യം ഇല്ല. കാരണം എനിക്ക് ഉപയോഗിക്കാവുന്നത് 150 വേർഡേ ഉള്ളൂ അവിടെ. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു. ഒരു സെന്റൻസ് കമ്പാരിസൺ വന്നെങ്കിലും മതി. കാരണം അപ്രോപ്രിയേറ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുള്ളവിടെ. കണ്ടോ? ബൈ സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിങ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രാഫ്. ഇത് രണ്ടും ചെയ്ത് വന്നു കഴിയുമ്പോഴും എനിക്ക് 150 വാക്കിൽ കൂടുതൽ പോകാനും പാടില്ല, 20 മിനിറ്റ് കൂടുതൽ എടുക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത ഞാൻ എഴുതാൻ പോകുന്നില്ല. സോ നമ്മുടെ ടാസ്ക് എന്തായിരിക്കും ഇതിന്റെ അകത്ത്? ഓക്കെ, മൈ ടാസ്ക് ഈസ് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്, വാട്ട് ഐ ക്യാൻ റൈറ്റ് ഈസിലി, വാട്ട് ഐ ക്യാൻ യൂസ് എ ഗുഡ് വൊക്കാബുലറി, വാട്ട് ആർ ദ വൊക്കാബുലറീസ് ഐ ക്യാൻ യൂസ് ഇറ്റ് ബെസ്റ്റ് ദർ. മനസ്സിലാട്ടോ? അതല്ലാണ്ട് സബ്ജക്ട് ടെസ്റ്റിനെ പോലെ നമ്മൾ പോയിട്ട് ഇതിന്റെ അകത്ത് പിക്ക് ചെയ്തിട്ട് എടുക്കല്ല വേണ്ട കേട്ടോ. നമ്മുടെ കയ്യിൽ സ്ട്രെങ്ത് ആയിട്ട് എന്തെല്ലാം വൊക്കാബുലറി ഇരിപ്പുണ്ട്, നമ്മുടെ കയ്യിൽ എന്തെല്ലാം സെന്റൻസുകൾ ഇരിപ്പുണ്ട്, അതിന്റെ അകത്തേക്കും അത് ബെസ്റ്റ് ആയിട്ടും നമ്മുടെ ഐഡിയ കൊണ്ടുവരിക. കാരണം ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഉച്ചതെങ്കിയ സമ്മറൈസ് ദ ഇൻഫർമേഷൻ ബൈ റിപ്പോർട്ടിംഗ് സെറ്റ് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്തും ആവാം അല്ലെ. ഇപ്പൊ നമ്മള് 3 പേര് ഇരുന്നിട്ട് എന്റെ സാലറിയുടെ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലോമിന വേറെ രീതിയിൽ പറയും, നിക വേറെ രീതിയിൽ പറയും. നമ്മൾ 3 പേരും പറയാൻ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ആ മാറ്റർ ഒരു പിക്ചറൈസ് വെച്ച് നോക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. കാരണം ഐ ആം ഗോയിങ് ടു സമ്മറൈസ് ദാറ്റ് വേ. ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് അവിടെ ഇല്ല. അതുണ്ടോ? ഇല്ല. So we have to be careful about that thing. Okay? So basically നമുക്ക് ഒരു ഐഡിയ കിട്ടി. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഐഡിയ കിട്ടി അല്ലേ. ഇനി ഞാൻ പോവാണ്. എങ്ങനെ ഞാൻ ഗ്രാഫ് വായിക്കാൻ പോണേ? ഹെഡിങ് ആദ്യം ഏഷ്യൻ എക്സ്പോർട്സ് ടു US 1992. ഞാൻ അച്ചിട്ട വായിക്കണം കേട്ടോ. കാരണം ഞാൻ തിരിഞ്ഞു പോയി നോക്കാത്തത് വായിക്കണേ. ഏഷ്യൻ എക്സ്പോർട്ട് ടു US 1992. ഓക്കെ, ഏഷ്യൻ എക്സ്പോർട്ട് ടു യുണൈറ്റഡ് സ്റ്റേറ്റ് 1992 കമ്പയർ ആയി അല്ലേ. ശരിയല്ലേ? ഇത് ശരിയാണ്. ഇൻ പെർസെന്റേജ് ടോട്ടൽ എക്സ്പോർട്സ്. അപ്പൊ ഏഷ്യൻ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഏഷ്യൻ കൺട്രീസ് ആണ് ഇന്ത്യത്തെ മീനിങ് ഉണ്ട് അല്ലെ. തായ്വാൻ, ജപ്പാൻ, ഫിലിപ്പീൻസ്, കൊറിയ, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, ഹോങ്കോങ്, ചൈന. അപ്പൊ മെയിൻ ആയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 ഏഷ്യൻ കൺട്രീസ് ഉണ്ട്. മെയിൻലി 9 ഏഷ്യൻ കൺട്രീസ് ആണ് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, 0, 5, 10, 15, 20, 30, 40. എന്താ പറയുക? പെർസെന്റേജ് ഓഫ് ദി ടോട്ടൽ എക്സ്പോർട്സ്. ഓൾവേസ് കമ്പയർ വിത്ത് ദ ക്വസ്റ്റ്യൻ. പെർസെന്റേജ് ഓഫ് ദി ടോട്ടൽ എക്സ്പോർട്സ്. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന്റെ അകത്തുള്ള എല്ലാം നമ്മളിവിടെ കണ്ടോ എന്ന് നമുക്ക് നമ്മുടെ ആ ഹൂ ഓർ വാട്ട് അബൌട്ട് ഇതുപോലുള്ള സംഭവമാണ്
ചോദ്യത്തിനകത്തല്ല നമ്മളിവിടെ കണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ പിക്ചർ നമുക്ക് ക്ലിയർ ആയില്ലേ? എക്സാക്ട്ലി ക്ലിയർ ആയി നമുക്ക് കേട്ടോ. പിന്നെ നമ്മളിത് 5%, 10%, 35, 40, 50 ആണ്. അടുത്തേക്ക് പോയി നോക്കാം. Question number 1. You should spend 20 minutes in this task. Always read the question. The table below shows the population of the 4 different cities over 5 decades. ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മെയിൻ സാധനങ്ങളുടെ അടിയിൽ വരച്ചുകൊണ്ട് പോവാണെങ്കിൽ ബ്രില്യൻ്റ് കണ്ടോ. അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ, അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ വരച്ച് കഴിയുമ്പോൾ പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നല്ല ക്ലാരിറ്റി നമുക്ക് തരും. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ വരയ്ക്കാം? 5 decades, പോപ്പുലേഷൻ 4 ഡിഫറെന്റ്. വെൽ ഡൺ. അപ്പൊ 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ. സമ്മറൈസ് ഇൻഫർമേഷൻ ബൈ റിപ്പോർട്ടിംഗ് സർട്ടൻ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രാഫ് ആൻഡ് മേക്കിംഗ് അപ്രോപ്രിയേറ്റ് കമ്പാരിസൺസ് വേർ റിലവന്റ്. Summarize the information by reporting certain main features of the graph. എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത് എന്റെ സാലറിയുടെ കഥ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മേക്കിംഗ് അപ്രോപ്രിയേറ്റ് കമ്പാരിസൺസ് വേർ റിലവന്റ്. പക്ഷേ 150 വാക്ക് മതി, മറക്കരുത്. നോക്കാം. 4 cities population, 4 different cities. 4 different cities. No. Population millions of people. Mexico 70, 80, 90, 2000, 2010. Mexico City, Tokyo, Shanghai, New York. ഒരു വർഷത്തെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ സാലറി കഥ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതാമാണ്. ഏറ്റവും അത് നമ്മൾ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വല്പം ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. നമ്മൾ ലാംഗ്വേജ് വ്യത്യാസം നമ്മുടെ ഒക്കാബിലിറ്റി ഏത് ബോക്സാണ് തുറക്കാൻ പോണത്? മില്യൻസ്. മറ്റേ പെർസെന്റേജ്, ഇതിൽ വേർഡ്സ് അല്ലേ? നോക്കാം. മറ്റൊരു ഗ്രാഫ് വായിച്ചു നോക്കാം. Spend 20 minutes. Graph illustrates the varying number of tourists visiting New Zealand over a 12-month period in 2000. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ various number tourists visiting New Zealand over a 12-month period in 2000. അപ്പോൾ 12-month period. അപ്പോൾ 12 അടി വരയ്ക്കുക, ന്യൂസിലാൻഡ് അടി വരയ്ക്കുക, 2000 അടി വരയ്ക്കുക, ടൂറിസ്റ്റിന്റെ അടി വരയ്ക്കുക. Summarize information by reporting certain main features of the graph and making appropriate comparison where relevant. 150 പേർക്ക് മാത്രം മതി. ഇതൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യാൻ പോകില്ല കേട്ടോ. എക്സാമിലേക്ക് നമുക്ക് ടെൻഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല റിമൈൻഡർ ആണ്. 150 പേഴ്സാണ് എഴുതുന്നത്. നമ്മൾ ടെൻഷൻ അടിച്ച് ഒരുപാട് നോക്കാനൊന്നും പോകില്ല കേട്ടോ, അതിന് ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. നമ്പർ ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് ന്യൂസിലാൻഡ് 2000. ന്യൂസിലാൻഡ് in 2000. കണ്ടോ? നമ്പർ ഓഫ് ദ ടൂറിസ്റ്റ് വിസിറ്റ് ഇൻ 2000. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ ഇത് കൊടുക്കുന്നത് കേട്ടോ. ആ 12 months എന്നുള്ളത് ആ 12 months ആയിട്ട് കൊടുത്തേക്കുക. അപ്പോ ഇവിടെ 12 month 02 നമ്പർ ഓഫ് ടൂറിസ്റ്റ് 15,000 to 0 വരെ വ്യത്യാസമായി കൊടുത്തിരിക്കുന്നത്. അപ്പോ വേരിയിങ് നമ്പർ, അപ്പൊ നമ്പർ ആണ് ടൂറിസ്റ്റിന്റെ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇത്ര കാര്യമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഗുണം എന്താണെന്നറിയാവോ? നമുക്ക് പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം വി ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഗ്രാഫ് ഈസ്. Okay. നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഗ്രാഫ് എഴുതേണ്ടതെന്ന് നോക്കാം.
നമുക്ക് ഈ സ്കില്ലെല്ലാം ഉണ്ടായോ എന്ന് നോക്കണ്ട, അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും. നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അതായത് IELTS test is assessed by some specific criteria. You have to touch those milestones in your writing. Both writing 1 and 2 are important, but writing 2 bears twice weight of writing 1. So you should keep in your mind the time management to write task for better and the evolution criteria are. Okay. Content, task achievement, and task response. 25% of mark in the 25 mark in the. You must complete, elaborate the task. The ask you writing the question with the introduction, body, conclusion. Sometimes task may contain 2 parts. You have answered both parts. If you forget to write the second part of the task, no matter how good is English, you cannot get high band. എന്താ മനസ്സിലായ? ചോദ്യം കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടോ? ചോദ്യത്തിനാണോ ആൻസർ തരുന്നത്? അപ്പൊ അതിനകത്ത് ഈ 2 കാര്യങ്ങളും വന്നിരുന്നു അല്ലെ. സമ്മറൈസ് ഇൻഫർമേഷൻ ബൈ സെർച്ചിങ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാഫ് ആൻഡ് കമ്പാരിസൺസ്. അതല്ലേ ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ, നമ്മള് അത് എവിടെയാണ് നമ്മള് നമ്മുടെ ലെവലിൽ നോക്കുമ്പോ യു ഹാവ് ടു പ്ലാൻ ഇറ്റ്. ഓക്കെ, പ്ലാനിങ് സ്റ്റേജ് നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ് സ്റ്റേജിൽ വി ഹാവ് ടു അച്ചീവ് അവർ ടാസ്ക് ദയർ. രണ്ടാമത്തെ നോക്കുക, ലെക്ചർ റിസോഴ്സസ്. യൂസ് വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി. ഡു നോട്ട് റിപ്പീറ്റ് സെവറൽ വേർഡ്സ് several times. Use synonymous logically. Use phrases. It will enrich your writing. Of course, enhance your brand score. Use some linger words, but do not overuse them. Use them appropriately. Use sentences in different structures. Use precise word to express your idea. Spell word correctly. If you have any suspicious spelling, use synonyms. എന്തെല്ലാം കാര്യങ്ങളാ സാറ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാ ആ എഴുതിയതിന്റെ അകത്ത് എത്ര ലിങ്കിങ് വേണമെന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ലിങ്കിങ് വേർഡ്സ് അതായത് ചിലപ്പോ ആർഗ്യുമെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതാ ആ എസ്സേയിലും ഗ്രാഫിലും എന്താ പറഞ്ഞേ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, സോ വി ഡോണ്ട് നീഡ് ദാറ്റ് വൺ. അതിന് സാറേ വേറെ വേർഡ് എനിക്ക് അറിയില്ല. അതിന് വേറെ വേർഡ് അറിഞ്ഞാലല്ലേ എഴുതാൻ പറ്റുള്ളൂ. വന്നുണ്ട് ആ ക്വസ്റ്റൻ നമുക്കത് പ്രശ്നമാക്കി ഇപ്പൊ തീർന്നിട്ട് കിടക്കാം കേട്ടോ. അപ്പം പറയും അങ്ങനത്തെ എന്ത് പ്രശ്നം. ഓക്കെ, അപ്പൊ ഈ ലാക്ചർ റിസോഴ്സ് നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യണം? എങ്ങനെയാ? only one way, copy and rewrite. Copy and rewrite. Automatically we'll achieve the lecture resources. Okay? മൂന്നാം അപ്പൊ 25% മാർക്ക് അതിൻ്റെ അകത്ത് വന്നെ. ഗ്രാമർ, use right tense and voice, use word correct from the noun, verb, adverb, use right preposition, use correct punctuation, use verb and adjective appropriately. ഇത് എത്ര ടൈപ്പ് വോയിസസും ടെൻസും ഉപയോഗിച്ച് നോക്കിയായിരുന്നു അതിൻ്റെ അകത്ത്? പാസീവ് വോയിസ് എത്ര എണ്ണം ഉപയോഗിച്ചിട്ടുണ്ടോ, ഉപയോഗിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സോ എന്തുകൊണ്ടാണ് അവരത് പറഞ്ഞിരിക്കണേ? കാരണം here we have got a chance to prove ourselves. Okay, നമുക്കൊരു ഗ്രൗണ്ട് തന്നിരിക്കണം അവര്. prove it. So we have to prove it. അപ്പൊ നമ്മുടെ ബാക്ക് ഓഫ് മൈൻഡില് നമ്മൾ 25% ഗ്രാമർ എന്ന് പറയുമ്പോ നിങ്ങൾ അപ്പൊ പുറത്തേക്ക് പറഞ്ഞ ഒരു ഇപ്പോഴും നമ്മൾ അകത്തിരിക്കുന്ന സംഭവം എന്താ പറയാവോ? we have to focus on writing a subject test. No. You have to focus on writing as a English language test. അതുമല്ല, നമുക്ക് ഗ്രാമർ അറിയാമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വോയിസസ്, ബാസ്കറ്റ് ഫ്രണ്ട്, ബാസ്കറ്റ് ബാക്ക്, ബാസ്കറ്റ് നടുക്ക്, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസസ്, റൈറ്റ് പ്രൊപ്പോസിഷൻസ്, എവറിത്തിങ്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചത് പറയണം. ഗ്രാമർ നമ്മൾ നല്ലോണം പഠിച്ചു എന്ന് തോന്നുന്നു അല്ലേ?
എനിക്ക് ആ പ്രപ്പോസിഷന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയം ഉണ്ട് കേട്ടോ. സത്യ സാറ് പ്രപ്പോസിഷൻ എല്ലാ ദിവസവും വായിക്കുമെന്ന് ചോദിച്ചാ സാറേ എന്നും വായിക്കല് നടക്കൂല. എന്നാലും ഒന്ന് വായിച്ച എനിക്ക് കിട്ടും ചെയ്യും. എല്ലാം പഠിച്ചേക്കണതാണ്, വായിച്ചാൽ കിട്ടും. എക്സാമ്പിൾസ് കീപ് റീഡിങ്, എവറി ഡേ റീഡിങ് എക്സാമ്പിൾസ്. ആ ഒരു 3 പേജ് ആ മൊബൈൽ ഫോണിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തോണ്ടിരുന്നാൽ മതി. അത് അതല്ലെങ്കിൽ ഇത് അത്ര വായിക്കാൻ ബുദ്ധിമുട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കിച്ചണില്, ആ വാക്ക് വേയില്, ആ ഡോറിന്റെ ബാക്കില് എല്ലായിടത്തും മുട്ടിച്ചു വെക്കും കേട്ടോ. പിന്നെ വായിക്കേണ്ട കാര്യമില്ല, നോക്കുമ്പോ തന്നെ ഓർമ്മ. ഓക്കെ, അടുത്തത് ഓർഗനൈസേഷൻ, കൊഹിയറൻസ് ആൻഡ് കൊഹീഷൻ. Nowadays, number of paragraphs is not very important. We may find a essay written in 2 paragraphs. We got the band 8. However, it is better to write introduction, body, conclusion, different paragraph. It is also better to write arguments for and against in controversial topic, or advantage and disadvantage, problem solutions, different ways of the paragraphs. It will make you better coherence, aggregation of the ideas, overall clarity, fluency of the message, higher comprehension, and the precise formation of the essay. It is better do not mix up controversial arguments, advantages, and disadvantages in one paragraph, because it may confuse your essay, disable the flow of the reading. So try to write for and against argument, advantages and disadvantages, or problem solutions in different paragraphs in body of essay. This will also help the examiner to approach the task, disclose it completely as per the plan need to set up to make it good flow, and the use of several connecting words or the phrases is cohesion. Blind up the ideas and arguments, but use them very accurately. Please do not overuse connecting words. The examiner may penalize you and decrease your band score. എന്ത് മനസ്സിലായി? അതായത് ഒരു പാരഗ്രാഫില് ഒരു ഐഡിയ പാടുള്ളൂ. വെൽ ഡൺ. ഒരു പാരഗ്രാഫില് ഒരു ഐഡിയ, ഒരു സെന്റൻസില് ഒരു ഐഡിയ അല്ലേ? അതെ. പലതായിട്ട് മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്ട്രപ്റ്റ് യുവർ ഫ്ലോ ഓഫ് റൈറ്റിംഗ്. വെൽ ഡൺ. ഇത്രയും കാര്യങ്ങള് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം നിൽക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യാൻ പഠിച്ചു. നമുക്ക് ഇവര് പറഞ്ഞ പോലെ ഓക്കെ യു ഡോണ്ട് വാണ്ട് ടു യൂസ് വി ഹാവ് ടു യൂസ് ദ വേ വാട്ട് വി ആർ ഡൂയിങ്. ഓക്കെ, examiners like that one. അതായത് ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ഒരു പാരഗ്രാഫില് ആ ടോപ്പിക് സെന്റൻസിലെ പാരഗ്രാഫില് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആടിനെ കുറിച്ച് മാത്രം ആ പാരഗ്രാഫിൽ എഴുതാവുള്ളൂ, പശുവിനെ കുറിച്ച് ഒന്നും പാടില്ല. രണ്ടാമത്തെ പാരഗ്രാഫിലാണ് പശുവിനെ കുറിച്ച് എഴുതാവുള്ളൂ അല്ലെ? ബേസിക്കലി അതല്ല എന്റെ ടോട്ടൽ ഐഡിയ. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ എഴുതി കൂടാതെ? സാറ് ഞാൻ എക്സൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? സാറ് എഴുതിയിട്ടുണ്ടോ ആദ്യത്തെ പാരഗ്രാഫിൽ? അങ്ങനെ ഞാൻ ഐഡിയ വിട്ടു പോയിട്ടുണ്ടോ? ഇല്ല, ഐഡിയ വിട്ടു പോയിട്ടില്ല. പോയിട്ടില്ല. You must not write any informal words in writing like kids, gays, abbreviation words and phrases like aren't, don't, can't, gonna, wanna, ginma, lima, etc. ഇത് നമ്മുടെ ഒരു വലിയ പ്രോബ്ലം ആണ് കേട്ടോ. അതായത് ഇൻഫോർമൽ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കും. അക്കാദമിക് റൈറ്റിംഗിന്റെ എക്സാം നമ്മൾ എഴുതുന്നതെന്ന് നമ്മുടെ മനസ്സിൽ എക്സാമുകളിലെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഫോർമൽ വേർഡും ആ വാതിലിന് പുറത്ത് വെക്കും കേട്ടോ. അക്കാദമിക് വാക്കുകൾ മാത്രമാണ് നമ്മുടെ എക്സാമുകളിൽ കയറി വരുള്ളൂ. ഓക്കെ സാറേ, ഡു നോട്ട് നമുക്ക് എഴുതാൻ പാടില്ലേ? ഡോണ്ട് എഴുതാൻ പാടില്ല. ഡോണ്ട് എഴുതാൻ പാടില്ല, ഡു നോട്ട് എഴുതാൻ പാടില്ല. ഇങ്ങോട്ട് എഴുതാം. ഇത് ടോക്കിംഗ് ലാംഗ്വേജ് അല്ലേ, സ്പീക്കിംഗ് ലാംഗ്വേജ്. അപ്പോ ഇതൊക്കെ പുറത്തു നിൽക്കണം. എങ്ങനെ നമുക്ക് ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും? അത് നമ്മൾ ഇത് തുടങ്ങിയിട്ടില്ല. നമ്മൾ എസ് എ കോപ്പി റൈറ്റ് തുടങ്ങിയിട്ടില്ല. എസ് എ കോപ്പി റൈറ്റ് തുടങ്ങുമ്പോ വിൽ അച്ചീവ് ദാറ്റ് ഗോൾ. ഓക്കെ, സോ നമ്മുടെ ടെക്നിക്സ് ഞാൻ പറഞ്ഞു IELTS നമ്മൾ പഠിക്കണമൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് വരില്ല. ബട്ട് വി ഹാവ് ഷാർപ്പൻ അവർ ടെക്നിക്സ്. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറെ ഐഡിയാസ് ഉണ്ട്. ഈ ഐഡിയാസ് വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ എഴുതുമ്പോ തന്നെ അറിയാം അല്ലെ?
റിയലി വർക്കിംഗ്. ബിക്കോസ് നമുക്ക് ഈ 100 മാർക്ക് IELTS ഉണ്ടെങ്കിൽ അതിന് 25. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നോക്കിയേ, ഒരു എക്സാമിനറെ എങ്ങനെയായിരിക്കും ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക? ഇങ്ങനെ നോക്കാൻ അല്ലേ? അപ്പൊ നിങ്ങൾ എഴുതുന്നവർക്കല്ല എക്സാം പേപ്പറിലേക്ക് നോക്കാന്ന് മനസ്സിലായോ? ഇപ്പൊ നമ്മളെ എഴുതുന്നത് എങ്ങനെയാ? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അടിപൊളിയായിട്ട് എഴുതുവാണ്. പരീക്ഷ എഴുതേണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, ബ്രില്യൻ്റ് വെച്ചു, നല്ല ആയിരുന്നു. പക്ഷെ എക്സാമിനറെ പേപ്പർ എടുത്തിട്ട് നോക്കണം എങ്ങനെയാ? So how we can cheat the examiner? We have to make all idea. How we can cheat examiner? Easy way. First thing is first, നമ്മള് ഒരു ബേസിക് ആയിട്ട് ചീറ്റ് എങ്ങനെ നമുക്ക് അവരെ പറ്റിക്കാം? 4 ഇതിന്റെ അകത്ത് ടാസ്ക് അച്ചീവ്മെന്റ് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, നമ്മൾ 3-5 പുറത്തേക്കെടുക്കും. ലാക്ഷർ റിസോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ബെസ്റ്റ് വാക്കുകൾ നമ്മൾ അതായത് ഉപയോഗിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ കയ്യിൽ ഒരു ബെസ്റ്റ് വാക്ക് ഇരിപ്പുണ്ടെങ്കിൽ ആ വാക്കിനോട് ചേർന്ന ഒരു ഐഡിയ ആ ഗ്രാഫിന്റെ അകത്ത് എസ്സേത്തോടെ നമ്മൾ അതാ കൊണ്ടുവരും അതിന്റെ അകത്ത്. ബിക്കോസ് യു ക്യാൻ യൂസ് ദാറ്റ് വേർഡ് there. അപ്പൊ എക്സാമിനർക്ക് മനസ്സിലാവും ഈ കൊച്ചിന് അത്യാവശ്യം വാക്കുകൾക്ക് അറിയാന്ന്. ഗ്രാമർ നമ്മൾ എങ്ങനെ ഗ്രാമർ പഠിക്കുക എങ്ങനെയാ? അതായത് നമ്മുടെ കയ്യിൽ കുറെ സെന്റൻസുകൾ ഇരിപ്പുണ്ടല്ലേ, ആ സെന്റൻസുകൾ നമ്മൾ റീമേക്ക് ചെയ്ത് നമ്മൾ പഠിക്കണത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഒരു ദിവസം എങ്ങനെയായാലും ഒരു 100 സെന്റൻസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ദിവസം ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഒരു ദിവസം എടുത്ത് ഒരു സെന്റൻസ് എഴുതി കൈ പിടിച്ചോണ്ട് പോവുക. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഒരു ദിവസം 100 സെന്റൻസ് 100 സംഭവങ്ങൾ കണ്ടു. നമ്മുടെ ആൾക്കാര് നമ്മൾ ഒരുപാട് കാണുന്ന വീട്ടിലല്ലേ, പ്രത്യേകിച്ച് എസ്പെഷ്യലി മലയാളികളെ എല്ലാം കാണും, ഒന്നും വിട്ടുപോയില്ല. ഒരു ഏരിയയുടെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തെല്ലാം നമ്മൾ കണ്ടിരിക്കും. അപ്പൊ ആ കാണുന്നതെല്ലാം നമ്മൾ നമ്മുടെ ഇപ്പൊ കയ്യിലേക്ക് സെന്റൻസിന്റെ അകത്തേക്ക് മാത്രം കൊണ്ടുവരാൻ നോക്കിയാലോ, അച്ചീവ് യുവർ ടാർഗറ്റ്. That's only the grammar about, അല്ലേ? ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും ലാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞ ഇപ്പൊ എന്തായാലും പറയും ആ സംഭവം എന്താന്ന് കൃത്യമായിട്ട് പറയും. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം പിന്നെ ഓർഗനൈസേഷൻ, കൊഹീഷൻ ആൻഡ് കൊഹിയറൻസ് നമ്മൾ കണ്ടു ഇപ്പൊ അല്ലേ, അതെങ്ങനെ ചെയ്യാനുള്ള വിവരം. സോ നമ്മള് അതായത് ഓവർ യൂസ് ചെയ്യാനും പാടില്ല കണക്റ്റിംഗ് വേർഡ്സ്, അന്ന് എഴുതും വേണം. ഈ ഓവർ യൂസ് ചെയ്യണ എപ്പോഴാന്ന് അറിയാമോ? നമ്മൾ കോപ്പി സെന്റൻസ് വയ്ക്കുമ്പോ എപ്പോഴും ഓവർ യൂസ് ആയി പോണേ. നമ്മള് സെന്റൻസ് പഠിച്ചുകൊണ്ട് പോയിട്ട് വെക്കുമ്പോ അപ്പാണ് സംഭവം. കാരണം നമ്മള് അതിന്റെ അകത്തേക്കല്ല നമ്മൾ വന്നത്. അപ്പോ ഈ രീതി അപ്പൊ നമ്മുടെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം തൊട്ടാ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോണത് ഇങ്ങനെയാ. അപ്പൊ എന്തെങ്കിലും ഇൻഫോർമൽ വേർഡ് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. IELTS എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് നോക്കേണ്ടതും, ഇനി മുതൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ നോക്കേണ്ടതും ഇങ്ങനെ തന്നെ നോക്കണം. ഇങ്ങനെ നോക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ചീവ് യുവർ ടാർഗറ്റ് അല്ലേ? തീർച്ചയായിട്ടും നോക്കാൻ പഠിക്കാം. യു ഹാവ് ടു റൈറ്റ് 2 ടാസ്ക്. നമുക്ക് എന്തെല്ലാം ടൈപ്പ് ഗ്രാഫ് വന്നത് നമ്മൾ കണ്ടു. നമുക്ക് ഇനി നമ്മളിപ്പോ ലീനിയർ ചാർട്ട് നമ്മൾ ഇനി ബാക്കി എല്ലാ ടൈപ്പും നമ്മൾ നോക്കണം കേട്ടോ. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞ സാധനത്തിന് എനിക്ക് വലിയ മാപ്പ് ഡയഗ്രാം അതൊക്കെ എനിക്ക് ഇച്ചിരി പാടത്. ഓക്കെ കീപ് കോപ്പി ആൻഡ് റീറൈറ്റ്. ഓക്കെ, ഈ കോപ്പി ആൻഡ് റീറൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാട്ടോ, ഞാനത് ഇപ്പോഴേ പറയാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചവർക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് മാത്രമാണ് കോപ്പി ആൻഡ് റീറൈറ്റ് ചെയ്യാൻ പോകാൻ പോകുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നല്ലവണ്ണം അതിന്റെ അകത്ത് ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ ഡിസ്ക്രൈബ് ദ ചാർട്ട് ദാറ്റ് സെർവ്സ് എ സ്പെസിഫിക് വൊക്കാബുലറി. യു മസ്റ്റ് നോ ദിസ്, നോട്ട് ഓൺലി ദാറ്റ് യു നോ ദെയർ സിനോണിമസ്. To avoid repetition, any words in several times. അപ്പൊ നമ്മൾ സിനോണിമസ് പഠിച്ചിരിക്കണം.
ഈ ലൈൻ ചാർട്ടിലും ടേബിളിലും ബാർ ചാർട്ടിലും ഡിസ്ക്രിപ്ഷൻ യു ഹാവ് ടു യൂസ് ഫോർമുല NUT ഓർ VUT. അതായത് നമ്പർ യൂണിറ്റ് ടൈം. VUT പറയുമ്പോൾ വാല്യൂ യൂണിറ്റ് ടൈം. ബേസിക്കലി ഈ ലൈൻ ചാർട്ടിന്റെ അകത്ത് മിക്കവാറും നമ്പേഴ്സും യൂണിറ്റും ടൈമോ കൊടുണ്ടാവുള്ളൂ. ടൈം എന്ന് വെച്ചാൽ ഇയർ ആയിരിക്കാം, വർഷങ്ങളായിരിക്കാം, മന്ത് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്പർ എന്ന് പറയുമ്പോൾ മില്യൺസോ ബില്യൺസോ അല്ലെങ്കിൽ ഒന്നോ നമ്പർ ആയിരിക്കാം. യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലിറ്റേഴ്സോ കിലോഗ്രാമോ എന്തെങ്കിലും ആയിരിക്കാം. അതല്ലെങ്കിൽ വാല്യൂ യൂണിറ്റ് ടൈം, എത്ര വാല്യൂ ഉണ്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ യൂണിറ്റിലെ ടൈം ആയിരിക്കാം. അതാണ് ബേസ്ഡ് ആയിട്ട് ലൈൻ ചാർട്ടിലും ടേബിളിലും ബാർ ചാർട്ടിലും വന്നത് അല്ലെ. നോക്കുക, ലൈൻ ടേബിൾ ബാർ ചാർട്ട് ഹാസ് 3 phases: ഇൻക്രീസ്, ഡിക്രീസ് ആൻഡ് സ്റ്റെബിലൈസ്. ഒന്ന് മനസ്സിലാക്കി ആലോചിക്കുക, ഒരു ബാർ ചാർട്ട് എടുത്ത് നോക്കിയേ. അതായത് ഒന്നിലെ ഇൻക്രീസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാനായിരിക്കും. ഈ 3 കാര്യങ്ങളായത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലെ. There are 4 main points in line graph and table bar chart. They are start, end, and highest and lowest point. ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ. ഒരു ലൈൻ ചാർട്ടോ ടേബിൾ ചാർട്ടോ ബാർ ചാർട്ടോ ആയിരുന്നെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവണം, അതിനെ കുറിച്ച് എഴുതാം. ഒരു എൻഡിങ് പോയിന്റിനെ കുറിച്ച് എഴുതാം, ഹയസ്റ്റ് പോയിന്റിനെ കുറിച്ച് എഴുതാം, ലോവസ്റ്റ് പോയിന്റിനെ കുറിച്ച് എഴുതാം. കൂടുതൽ നമ്മൾ എടുക്കാൻ പോകണ്ട, കാരണം നമുക്ക് 150 വാക്ക് മതി അല്ലെ. അപ്പോ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു എൻഡ്, ഒരു ലോവസ്റ്റ്, ഒരു ഹയസ്റ്റ്. ദാറ്റ് മീൻസ് വാട്ട് ഈസ് എക്സ് ആക്സസ്, വാട്ട് ഈസ് വൈ ആക്സസ് അല്ലെ. വൈ ആക്സസിൽ ഏറ്റവും കൂടുതലും കുറവുള്ളതും എക്സ് ആക്സസിൽ ഏറ്റവും കൂടുതലും കുറവുള്ളതും അല്ലെ ബേസിക്കലി ഈ ഇൻക്രീസ്, ഡിക്രീസ്, സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. Another important factor to write the chart is the time frame. So write in past or present tense or predicated for future. ഇത് കോമൺ സെൻസ് അല്ലേ. ഒന്ന് ആലോചിക്കേ, ഒരു ചാർട്ടിന്റെ ഗ്രാഫ് ഇപ്പൊ ജിയോ സബാസിന്റെ സാലറി, ജിയോന്റെ സാലറിനെ കുറിച്ച് പറഞ്ഞു. അതിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പറയാൻ പറ്റുമോ? പ്രസന്റ് കണ്ടിന്യൂസ് പറയാൻ പറ്റുമോ? പാസ്റ്റിലേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളത് ചാർട്ടില് അത് നടന്നുപോയൊരു കാര്യമാണ്. അത് പിന്നെ ചാർട്ടില് പ്രസന്റ് വെച്ചേക്കുന്ന സാധനം. നടന്നുപോയൊരു കാര്യത്തിന്റെ ഡാറ്റ പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അത് പ്രസന്റ് ചെയ്തേക്കുക. അപ്പൊ റിപ്പോർട്ടായിട്ട് ലാംഗ്വേജ് എപ്പോഴും ആ ഒരു ടൈം ഫ്രെയിം ആയിരിക്കും അല്ലെ. ബാക്കി ശ്രദ്ധിക്കുക, ടൈം ഫ്രെയിം. To describe a chart, there are some specific vocabulary. You must know this. Not only that, you have to know their synonyms, so as avoid repetition as many words several times. നിങ്ങൾ പഠിച്ചതാ? ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇതാ. So study this by heart. There's no other way. ചില പിള്ളേർ പറയാറുണ്ട്, എനിക്ക് ഒരുപാട് ഞാൻ നോക്കിട്ടാ പോയെ. ഞാൻ പറയും കാര്യമില്ല, കാരണം നോക്കിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല, പാസ്സാവില്ല. കാരണം ആവശ്യ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഡോ പറയും. അപ്പോ അതുകൊണ്ട് നോക്കിട്ടാ പോണേ എന്നുള്ള ആ ഐഡിയ മാറ്റി വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ടാ പോണേ. ഐ ഹാവ് ഗോട്ട് ദാറ്റ് കോൺഫിഡൻസ് ഇൻ മീ. അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2 മിനിറ്റ് ഓൾറെഡി ലാഭിക്കാം അവിടെ അല്ലെ. ഓക്കെ, നമുക്ക് വായിക്കാം. എക്സ് ആക്സിസ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ടു. കുറച്ച് പോയിന്റ് ശ്രദ്ധിക്കുക. ലൈൻ ചാർട്ടിലും ടേബിളിലും ബാർ ചാർട്ടിലും നമ്പർ, യൂണിറ്റ്, ടൈം ഫ്രെയിം, വാല്യൂ, യൂണിറ്റ്, ടൈം ഫ്രെയിം അല്ലെ. ഇൻക്രീസ്, ഇതിന്റെ അകത്ത് ഇൻക്രീസ്, ഡിക്രീസ് അല്ലെങ്കിൽ സ്റ്റെബിലൈസ് സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. പിന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു എൻഡ് പോയിന്റ്, ഹയസ്റ്റ്, ലോവസ്റ്റ്. സിമ്പിൾ പ്രസന്റ്, പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് ഫോർ ഫ്യൂച്ചർ. നോക്കാം. ടൈം ഫ്രെയിം, യൂണിറ്റ്സ്, നമ്പേഴ്സ്, ഇയേഴ്സ് അല്ലെ. ടൈം അല്ലേ കൊടുത്തിരിക്കണേ? 90, 92, 95 ടൈമാ അല്ലെ. നമ്പേഴ്സാ മുകളിലേക്ക് കൊടുത്തത് അല്ലെ.
അതെ അപ്പൊ നമ്മുടെ ആദ്യത്തെ പാട്ട് ശരിയായി അല്ലേ? അതെ ഓക്കെ. യൂണിറ്റ് കൂടി വേണ്ടേ? അത് ഏതെങ്കിലും ഒന്നും മതി. കാരണം ഇതിപ്പോ കിലോഗ്രാമിലെ കൊടുത്തില്ലെങ്കിൽ ഇത് കിലോഗ്രാം ആയിട്ട് മാറില്ലായിരുന്നു. ലിറ്റേഴ്സിലെ കൊടുത്തെങ്കിൽ ലിറ്റേഴ്സ് ആയിട്ട് മാറണമായിരുന്നു. ഓക്കെ. സോ 1990 എന്ന് സംഭവിച്ചേ 20,000 ഉണ്ടായിരുന്നത് ഇൻക്രീസ് സ്ലോലി, ക്ലൈംബ്ഡ് ഗ്രാജുവലി, റോസ് ഗ്രാജുവലി. അവിടുന്ന് പിന്നെ ജംപ്ഡ് ഡ്രമാറ്റിക്കലി, സ്റ്റാർട്ടഡ് ഡിസൈഡ്സ്ലി, പിന്നെ ഫെല്ല് ചെയ്ത് താഴത്തേക്ക്, ഡ്രോപ്ഡ് കൺസിഡർലി, പിന്നെ ഡിക്രീസ് ചെയ്തു സ്ലോലി, പിന്നെ സ്റ്റെബിലൈസ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് എന്തൊക്കെ പോയിന്റ് വേണ്ടേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ, ഒരു എൻഡ് പോയിന്റ് അല്ലെ, ഒരു ഹയസ്റ്റ് പോയിന്റ്, ഒരു ലോവസ്റ്റ് പോയിന്റ്. ഓക്കെ. പിന്നെ വേറെ ലെവൽ നോക്കുകയാണെങ്കിൽ എന്താ കണ്ടേ? ഇൻക്രീസ്, സ്റ്റെബിലൈസ്, ഇൻക്രീസ്, ഡിക്രീസ്, സ്റ്റെബിലൈസ്. അത്രയുമാണ് ഗ്രാഫിനകത്തുള്ളൂ അല്ലേ? അപ്പോ നമുക്ക് ഒക്കാബുലറി പഠിക്കാം. അപ്പോ ഈ ഒക്കാബുലറി പഠിക്കാതെ പറ്റില്ല. ഒക്കാബുലറി പഠിച്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു വാക്ക് വരുമ്പോ നമ്മൾ തന്നെ മാറ്റി പറയും. ഇത് കുറച്ച് എഴുതിയാണല്ലോ നമ്മൾ പറയും കേട്ടോ. റൈറ്റ്. How to write an introduction writing 1. The graph below gives a survey results on the sales of the gold Dubai from January to December in 2002. Survey result, the sales in gold Dubai January to December 2002. Okay. First, read the question carefully and underline the key words, place and time frame to form an introduction with the main idea. ഓ, അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്തേ പറ്റുള്ളൂ അല്ലേ? ഈ വേർഡ്സ് ഞാൻ ഇന്ന് വരെ ഗ്രാഫ് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചെയ്തിട്ടാന്ന് എനിക്കറിയാം. ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് വല്ല ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമുക്ക് ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. ഓക്കെ. റീഡ് ഓൾസോ ദ ഹെഡിങ് ഓഫ് ചാർട്ട്. ആ ഹെഡിങ് വായിക്കാൻ മറക്കരുത് കേട്ടോ. മെയിൻ കോർ തീമാണ് അതിൻ്റെ അകത്ത്. If your English level is average, you can follow the following style. Start the word the chart shows. The chart presents, chart illustrates, chart provides information about. ബാക്കി കൊടുക്കുക. Then rewrite the part of sentence from the question. The sales of the gold in Dubai in 2002. But if you copy the exact words or phrase for the question, the examiner may decrease your score. So try to change a few words like this. The gold sales in Dubai in the months of January, December 2002, or the gold sales and rate in Dubai between January, December 2002. ഇത് ബേസിക്കലി നോക്കുകയാണെങ്കിൽ കോപ്പി റീറൈറ്റിന്റെ ഒരു ഭാഗമല്ലേ അത്? Thus, your introduction will be the chart shows the information about the gold sales in Dubai in months January 2002. If you are a good writer, you can change the sentence structure, keeping main idea of the question in that like this. The chart illustrates the changes of the gold sales market Dubai in the months of January. അപ്പൊ നമ്മൾ നല്ലൊരു ഗുഡ് റൈറ്റർ ആവണേ എപ്പോഴാ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. നരകത്തിലേക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കോപ്പി റീറൈറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻട്രൊഡക്ഷൻ, യു മസ്റ്റ് റൈറ്റ് ഇൻ പ്രസന്റ് സിമ്പിൾ ടെൻസ്. ഏതല്ലേ? ദ ചാർട്ട് ഷോസ്, കണ്ടോ? ചാർട്ട് ഷോസ്, അതാണ് ടെൻസ് അല്ലേ? ഓക്കെ. സെയിൽ ഇൻ 2002 and the body and the conclusion must be written in past tense. Conclusion, കണ്ടോ? The body and conclusion must be written in past tense. Conclusion is not compulsory in writing one, but if you feel total words are less than 150 words,
then you can increase writing conclusion. നമുക്കത് കൺക്ലൂഷൻ എഴുതുന്നത് നമുക്ക് വേറെ നമ്മൾ 150 ഒക്കെ തെക്കാൻ ഉപയോഗിക്കാം അല്ലേ? However, a short conclusion may convince an examiner a better score. 10 rules for chart writing. Write introduction above the first paragraph. Introduction must be contain the main idea of the report of the essay. You may write a body in one paragraph, the second one, and 2 or 3 paragraphs. Usually in report, you can write a body in one paragraph, but for the mixer chart, better 2 paragraphs for 2 charts. Describe 2 to 3 features in paragraphs by connecting them with the linkers. Okay? Describe 2 to 3 features, connecting them with the linkers. ചിലപ്പോൾ തോന്നാൻ ലിങ്കിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. പക്ഷേ എക്സാമിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിങ്കേഴ്സ് ഉപയോഗിച്ചിരുന്നു അതിന്റെ അത് കേട്ടോ. Well done. A short conclusion in third or last paragraph. Do not give your opinion in the report. എന്റെ സാധ്യതക്കാർക്ക് വേറെ ഒപ്പീനിയൻ പറയുന്നത് താല്പര്യമില്ല. അതിന്റെ ആവശ്യമില്ല കേട്ടോ. How you flash out the important fact that find out the chart. Write the main features of the graph. Support them with VUTs. അപ്പോ ഇവിടെ VUT എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫിന്റെ അകത്ത് വാല്യൂ വന്നിരിക്കണം, യൂണിറ്റ് വന്നിരിക്കണം, ടൈം വന്നിരിക്കണം. അതല്ലേ 1990 ആണെങ്കിൽ അത് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുക വാല്യൂ വന്നിട്ടുണ്ടോ, യൂണിറ്റ് വന്നിട്ടുണ്ടോ, ടൈം വന്നിട്ടുണ്ടോ. നമ്മുടെ അതിൻ്റെ അകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ. 16 ബില്യൺ ആണെങ്കിൽ 16 ബില്യൺ തന്നെ എഴുതിയിട്ടുണ്ടോ നോക്കണം. ഓക്കെ, അതായത് 92. അപ്പോ വാല്യൂ, യൂണിറ്റ്, ടൈം മസ്റ്റ് ആയിട്ട് വന്നിരിക്കണം. Write the analysis of idea that can be found in the chart or overview. You may categorize the data. The trends are going up and down. നമ്മൾ കണ്ടാണ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് അല്ലേ? ചാർട്ട് എൻഡ് ഹയസ്റ്റ് ലോവസ്റ്റ്, അപ്പ് ആൻഡ് ഡൗൺ. But do not write anything that not shown by chart. എത്ര സ്മാർട്ട് ആവും അല്ലേ? നമ്മള് റിസർച്ചിന് പോകണ്ട, നമുക്ക് തൽക്കാലം അവ ചെയ്ത റിസർച്ച് റിപ്പോർട്ട് എടുത്താൽ മതി. Do not mention anything from your knowledge or idea. നമ്മൾ ചെയ്യാറില്ല, കാരണം നമുക്ക് ഉള്ള ഏതാ സമയം കിട്ടാറില്ല, അപ്പൊ നമ്മളത് ചെയ്യാറില്ല. Just describe and analyze what you see in the chart. Describe and analyze. 2 കാര്യങ്ങൾ അറിഞ്ഞു കേട്ടോ. Without your analysis and overview, you will not get band 7. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഇമ്പോർട്ടന്റ് വാക്ക്. നമ്മൾ മര്യാദയ്ക്ക് അനലൈസ് ചെയ്തില്ലെങ്കിലോ നമുക്ക് ബാൻഡ് 7 കിട്ടില്ല. കാരണം നമുക്ക് എത്രമാത്രം ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഗ്രാഫ് കൊടുത്തുങ്ങ അല്ലെ. ഈ ഗ്രാഫ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ ദ യു റൈറ്റ് എവറിത്തിങ് വെരി കറക്റ്റ്ലി ഇൻ ദ ഗുഡ് ലാംഗ്വേജ് റിസോഴ്സ്. അപ്പൊ എന്തുകൊണ്ട് ഗ്രാഫ് പാസ് ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല. ഹയസ്റ്റ്, ലോവസ്റ്റ്, സ്റ്റാർട്ടിങ്, എൻഡ്, ഡിക്രീസ്, ഇൻക്രീസ്, സ്റ്റെബിലൈസ് അല്ലെ. യൂസ് ലിങ്കേഴ്സ് ആൻഡ് കറക്റ്റ് ടെൻസ് ആൻഡ് വോയിസ്. ഈ വോയിസ് എന്ന് പറയുമ്പോ നമ്മൾ പറയും ഓക്കെ പാസീവ് വോയിസ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല, പോരാ. കാരണം നമ്മൾ ഉണ്ടാക്കണം, എന്തെങ്കിലും മാത്രമാണ് എക്സാമിനർക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് പാസീവ് വോയിസ് പ്രൊഫഷൻസ് അല്ലേ. നമ്മളിപ്പോ ശ്രദ്ധിച്ചു നോക്കണ്ട, അതായത് ഇപ്പൊ ഗ്രാഫ് ലാംഗ്വേജിനകത്ത് ഒരുപാട് പാസീവ് വോയിസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. Appropriate way to be synonymous. Do not use bullets. Write a flow of the report like an essay. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബുള്ളറ്റ് പോയിന്റ് ഇട്ട് പോകുന്നത് അത് എഴുതും വായിക്കുമ്പോ ബേസിക്കലി നമ്മള് ഒരു സെന്റൻസ് ഇതിനെ കുറിച്ച് പറഞ്ഞു മറ്റൊന്നും നോവേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൺഫ്യൂസ്ഡ് ആയി പോകും. വരുമ്പോ ആദ്യം സമ്മറൈസ് ചെയ്യുക, എന്നിട്ട് കമ്പാരിസൺ പോകും. അപ്പോ ഒരു ഐഡിയ കിട്ടും. In conclusion, you may write about the global trend or most prominent factor. Do not give your opinion. അത് നമ്മൾ എഴുതാൻ പോകണ്ട, കാരണം അവസാനം നമ്മുടെ ഒപ്പീനിയൻ മാറും കേട്ടോ. അത് എക്സാമിനേഷൻ പെട്ടെന്ന് മനസ്സിലായിരിക്കും, അത് പണി കിട്ടുന്നത്. Time frame and tense report writing. Something happened in the past. Some survey 1995. You can write in simple past tense അല്ലെങ്കിൽ indefinite tense. Something happened over a period of time in the past from
1990 2000. Hence you are the right past continuous tense. അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ ഉപയോഗിക്കണ്ടേ? പറ്റും. അതെ. ചോദിച്ചു നോക്കുക, 2000 തൊട്ട് 2015 വരെയുള്ള കാലയളവിൽ ജിയോ സബാഷിന് 70,000 രൂപയായിരുന്നു സാലറി. 70,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് നടന്നുകൊണ്ടിരുന്ന കാര്യം അല്ലേ? So just use the common sense. Don't intensely look at it. Use the common sense. Some chart without any time frame, it means you are happening now, or you have to write in simple present tense. Some chart, അതായത് അതിന്റെ ടൈപ്പ് ചാർട്ട് ആയിരിക്കും സാധനം. അതായത് ഈ പ്രോസസ് ഡയഗ്രാം ഒക്കെ പറഞ്ഞില്ലേ? പ്രോസസ് ഡയഗ്രാമിൽ നമ്മൾ ഇപ്പൊ എല്ലാം പാസ്റ്റ് പറയണം നിർബന്ധമില്ല നമുക്ക്. Something happened in the past and is predicted for the future. The worldwide greenhouse gas emission 2002 and the forecast is 1930. The prediction is the past tense, present tense, and the past added in past tense for prediction. Future tense can be also used. അപ്പോ ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ കണ്ടോളൂ. ഓക്കെ. ഇത് സാർ ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ സാറ്? ഇത് ഇപ്പോഴല്ലേ സാറ് പറഞ്ഞത്? ഇതിക്ക് മുമ്പ് സാറ് പറഞ്ഞിട്ടില്ലല്ലോ.